കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ മനോഹരമായ രാത്രിയുടെ നിശബ്ദതയ്ക്കായി മഹത്വവാനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യ വിസ്തൃതിക്ക് അധ്വാനിക്കുന്ന വിശുദ്ധന്മാരായ കർത്തദാസന്മാർക്കും ഇന്ന് രാത്രി ദൈവനെ കേൾവിക്കായിട്ട് വന്നിരിക്കുന്ന എല്ലാ സഹോദരിസ്ത്രന്മാർക്കും കുഞ്ഞുങ്ങൾക്കും തന്നെയായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. ദൈവവചനവും യേശുവിന്റെ സാക്ഷി നിമിത്തം ഈ രാത്രി നിങ്ങളുടെ മധ്യയിരിപ്പാൻ കർത്താവ് തന്ന വിലയേറിയ അവസരം ഞാൻ കർത്താവിന് വാഴ്ത്തലർപ്പിക്കുന്നു. വിശേഷിച്ച് ഈ രാത്രി യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ ദൈവദാസൻ പാസ്റ്റർ എം ജെ മത്തായി അവர்கள், ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരള സ്റ്റേറ്റിന്റെ അനുഗ്രഹീത നേതൃത്വം പാസ്റ്റർ കെ സി തോമസ്, പാസ്റ്റർ അബ്രഹാം ജോർജ്, പാസ്റ്റർ ദാനിയൽ കൊന്നനിക്കൽ, പാസ്റ്റർ രാജു ആനിക്കാട്, ജെയിംസ് ജോർജ്, മറ്റു ട്രഷറർ, മറ്റെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ അനുഗ്രഹീതരായ സെൻട്രൽ പാസ്റ്റേഴ്സ്, കൗൺസിൽ അംഗങ്ങൾ, പ്രിസ്ബിറ്ററി മെമ്പേഴ്സ്, ഈ രാത്രിയിൽ എനിക്ക് ശേഷം അനുഗ്രഹീതമായ വചനം ഇവിടെ പ്രസംഗിക്കുവാൻ പോകുന്ന അനുഗ്രഹീത ദൈവദാസൻ, എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ വിൽസൺ വർക്കി അവർ, വളരെ മനോഹരമായ ഗായക സംഘം, എല്ലാവരെയും ഓർത്ത സ്തോത്രം. ഞാൻ ഈ സ്ഥലങ്ങളിൽ പ്രസംഗിക്കാത്ത ഏറിയില്ല. 3.5 പതിറ്റാണ്ടായി ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു. ഈ ഭാഗങ്ങളിൽ ഞാൻ പ്രസംഗിക്കാത്തിടവില്ല. ദൂരയാത്ര കൊണ്ട്, ശരീരക്ലേശം കൊണ്ട് ഞാൻ വരുന്നില്ല എന്നെൻ്റെ സുഹൃത്തിനോട് പറഞ്ഞതാണ് പാസ്റ്റർ ദാനിയേൽ കൊന്നു നിൽക്കുന്നത്. അദ്ദേഹം നിർബന്ധിച്ചതിനാലാണ് ഞാൻ വന്നു ചേരാൻ തയ്യാറായി. ഇവിടെ ലോർഡ്സൺ ആന്റണിയും എം ജെ മത്തായും ഒക്കെ പറഞ്ഞൊരു വാചകം, അത് കേട്ടപ്പോൾ എനിക്കൊരു വാക്യം ഓർമ്മ വന്നു. 71-ാം സങ്കീർത്തനം 7-ാം വാക്യം, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. ഈ സ്റ്റേജിലും ഗ്രൗണ്ടിലും ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ പലർക്കും ഒരത്ഭുതമാണ്. അത് വിശ്വാസമുണ്ടെ കൈ ഉയർത്തി വാ തുറന്ന സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാനൊരത്ഭുതമാണ്. 2021 ജനുവരി മാസം 24-ാം തീയതി എൻ്റെ ഹൃദയസ്പന്ദനം നിലച്ചു എന്ന് ലോകം ചിന്തിച്ചു, വൈദ്യശാസ്ത്രം ചിന്തിച്ചു. ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഏറിയ പങ്ക് ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ സ്വർഗം തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു, 2023 നവംബർ മാസം 30-ാം തീയതി ഈ സ്റ്റേജിൽ ബി മോനെ ചെന്ന് നിൽക്കണം. ഈ കൺവെൻഷന്റെ 2-ാം രാത്രിയിൽ ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെക്കുറിച്ചുള്ള, നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള, നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടും. ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. അത് വിശ്വാസമുണ്ട് കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൈ താഴ്ത്തിടരുത്, കൈ ഉയർത്തി ദുഷ്ട പിശാചികൾക്ക് വിളിച്ചു പറ, ദുഷ്ട പിശാചേ, നിന്റെ പദ്ധതിയല്ല എൻ്റെ ദൈവത്തിന്റെ പദ്ധതി എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുമേൽ നിറവേറപ്പെടും. കരമടിച്ച് വാ തുറന്ന് അന്യ ഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ശക്തിയോടെ, ശക്തിയോടെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് പറ, ദുഷ്ട പിശാചേ, നിന്റെ പദ്ധതിയല്ല എൻ്റെ ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. വാ തുറന്നാട്ട് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്, നിന്റെ പദ്ധതിയല്ല എൻ്റെ ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കും. ഹല്ലേലൂയ. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. ജീവിക്കുന്ന ദൈവമക്കൾ പലർക്കും ഒരു അത്ഭുതമാണ്. ഇവിടെ ഇരിക്കുന്ന പലരും ഒരു അത്ഭുതമാണ്. എബ്രഹാം ജോർജ് ഒരു അത്ഭുതമാണ്. കെ സി തോമസ് ഒരു അത്ഭുതമാണ്. ശിവു നെടുവേലി ഒരു അത്ഭുതമാണ്. നിങ്ങളിൽ പലരും ഒരു അത്ഭുതമാണ്. നിനക്ക് ക്യാൻസർ വന്നപ്പോൾ, നിനക്ക് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ, നിനക്ക് BP വന്നപ്പോൾ, നിനക്ക് ബ്ലഡ് പ്രഷർ വന്നപ്പോൾ, നിനക്ക് കൊറോണ വന്നപ്പോൾ പിശാചി ചിന്തിച്ചു നിന്റെ ശബ്ദം ഇവിടെ നിലച്ചെന്ന്. എന്നാൽ അവന്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് വീണ്ടും ഹല്ലേലൂയ പറയാൻ കേൾക്കുന്നില്ല. സ്തോത്രം ഇങ്ങോട്ട്. വീണ്ടും ഹല്ലേലൂയ പറയാൻ, വീണ്ടും സ്തോത്രം പറയാൻ ദൈവം നമ്മളെ ശക്തീകരിച്ചു. ഞാൻ പലർക്കും ഒരത്ഭുതമാണ്. ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഈ ഫീഡ്ബാക്ക് മൈക്ക് ചെയ്യുന്ന ചിച്ചിനോട് ഫീഡ്ബാക്ക് തരിക.
പ്രവൃത്തി 8-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിച്ച് സഹായിക്കാം. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. പ്രവൃത്തിയുടെ പുസ്തകം ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ പുസ്തകമാണ്. നിങ്ങൾക്കറിയാം, സാധാരണക്കാരായ ചില വ്യക്തികളിൽ പരിശുദ്ധാത്മ ശക്തി വ്യാപരിച്ചപ്പോൾ അവർ ചെയ്ത അസാധാരണമായ പ്രവൃത്തിയുടെ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. നിങ്ങൾ സാധാരണക്കാരനായിരിക്കാം, പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചരിത്രം മാറ്റും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ആൾ മാറിയവനെ പോലെയാണ്. ഇതൊരു പെന്തക്കോസ്ത് യോഗമല്ലേ? ഞാൻ കൂടെ പറയാറുണ്ട്, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിനാൽ പലർക്കും പല ഗുണമുണ്ടായി. യൂതന്മാർക്കൊരു ബറബാസിന് കിട്ടി, യൂദായിക്ക് 30 വെള്ളിക്കാശ് കിട്ടി, പടയാളികൾക്ക് പഴകിയ അങ്കി കിട്ടി, നമ്മുടെ നാട്ടിൽ കാണ്ടിലാണ്ടിൽ ഒരു ദുഃഖവെള്ളിയും ഉയർപ്പ് ഞായറും കിട്ടി. യേശു ക്രൂശിക്കപ്പെട്ടതിനാൽ നമുക്ക് നിത്യജീവൻ കിട്ടി. യേശു ക്രൂശിക്കപ്പെട്ടതിനാൽ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി കിട്ടി. ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി കയ്യിൽ ആയുധമായി കാവൽ നിന്ന കാവൽക്കാരന്റെ കാൽമുട്ടുകളെ വിറകൊള്ളിച്ച ശക്തിയാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി റോമ ഗവൺമെന്റിന്റെ ഇംപീരിയൽ മുദ്ര തകർത്ത ശക്തിയാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി നിർജീവ ശരീരത്തിന്മേൽ ജീവൻ വ്യാപരിപ്പിച്ച ശക്തിയാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ പിച്ച തണ്ടുവാൻ കൊണ്ടിരുത്തിയ പിച്ചക്കാരന്റെ ഞാടി ഞരമ്പുകളിൽ ദൈവശക്തി വ്യാപരിപ്പിച്ച് അവനെ ചാടി എഴുന്നേൽപ്പിച്ച ശക്തിയാണ്. ആ ശക്തി ഇന്ന് രാത്രിയിൽ ഇവിടെ വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. യെരുശലേമിലെ സഭയ്ക്ക് 8-ാം അധ്യായം 1-ാം വാക്യം തുടക്കുന്നത് യെരുശലേമിലെ സഭയ്ക്ക് അന്ന് ഒരു ഉപദ്രവം നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. യെരുശലേമിലെ സഭയ്ക്ക് ഒരു ഉപദ്രവം നേരിട്ടു. ആ ഉപദ്രവം ദൈവം അറിയാതെയല്ലായിരുന്നു. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കുന്നില്ല. കാരണം സഭ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. സഭ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാകിയാൽ നാം വിശേഷതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മിൽ ദൈവഹിതം മാത്രമേ നിറവേറുകയുള്ളൂ. ഇന്ന് രാത്രി ഇവിടെ വന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? കൈ ഉയർത്തി പറയൂ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ വിശേഷതയുള്ളവനാണ്, എന്നിൽ നിറവേറുന്ന ദൈവഹിതമാണ്. ദൈവത്തിന്റെ ഹിതമേ ഒരു അഭിഷക്തനിൽ, ഒരു ദൈവവൈതലിൽ നിറവേറുകയുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ നിൽക്കുകയില്ല. ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ വിരൽ ചൂണ്ടുകയില്ല. ദൈവനിയോഗപ്രകാരം യാത്ര ചെയ്യുന്ന ഒരു ദൈവവൈതൽ നിറവേറുന്നത് ദൈവഹിതമാണ്. നാം വിധിയിൽ വിശ്വസിക്കുന്നില്ല, നാം യാദൃച്ഛികതയിൽ വിശ്വസിക്കുന്നില്ല, എന്നാൽ നാം ദൈവഹിതത്തിൽ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പൗലോസ് അപ്പോസ്തലൻ മെലിറ്റാ ദ്വീപിലെത്തി വിറകെടുത്ത് വെക്കുമ്പോൾ കയ്യിൽ അണലി കടിച്ചു തൂങ്ങി. അപ്പൊ അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഇവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതി ദേവി ഇവനെ ജീവിപ്പാൻ അനുവദിക്കുന്നില്ല. പക്ഷെ അഭിഷക്തനാ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. അവൻ ചത്തു വീഴുമെന്നൊക്കെ ആളുകൾ നോക്കി നിന്നു. അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിച്ചു. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാം, നിനക്ക് എന്തു ഭവിക്കുമെന്ന് കാത്തു നിൽക്കുന്നവരുടെ നടുവിൽ ചില അത്ഭുതങ്ങൾ ദൈവം നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവനിയോഗപ്രകാരം ചരിക്കുന്നവന്റെ മേൽ അഭിഷക്തന്റെ മേൽ നിറവേറാൻ പോകുന്നത് നീതിദേവിയുടെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതി. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നീതിദേവിയുടെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതി എന്ന് വർത്തിക്കൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഇങ്ങനെ വിസ്തരിക്കുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കെല്ലാം ഒന്നും കർത്താവ് മറുപടി കൊടുത്തില്ല. ഒത്തിരി ചോദ്യം ചോദിച്ചു.
കർത്താവ് മിണ്ടാതിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വെച്ച് നീ എന്നാ മിണ്ടാതിരിക്കുന്നത്? രണ്ട് ചോദ്യത്തിന് കർത്താവ് മറുപടി കൊടുത്തു. ഒന്നാമത്തെ ചോദ്യം, നീ ദൈവപുത്രനോ? പറക. യേശുവിന് വന്ദയം ഞാനാകുന്നു. മനുഷ്യപുത്രൻ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശം മേഘങ്ങളെ തേരാക്കി വരുന്നതും നിങ്ങൾ കാണും. രണ്ടാമത്തെ ഉത്തരം ഞാൻ പറയാം. അതിനു മുമ്പ് ഒന്നുകൂടെ ഞാൻ ദൈവമക്കളോട് പറയാം. നിന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നീ ഉത്തരം കൊടുക്കാൻ പോകരുത്. എല്ലാത്തിനും നീ തന്നെ മറുപടി പറയാൻ പോകരുത്. മറുപടി പറയാൻ ദൈവത്തെ ഏൽപ്പിക്കുക. പറയേണ്ടതുപോലെ അവൻ മറുപടി പറയും. പറയേണ്ട സമയത്ത് പറയും. സ്തോത്രം. ഏതൊരു വാക്യമുണ്ട്, ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറും. ദൈവം എഴുന്നേൽക്കണമെങ്കിൽ നീ ഇരിക്കണം. നീയും നിന്റെ ദൈവവും ഒരുപോലെ എഴുന്നേറ്റ് നിൽക്കില്ല. നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവം ഇരിക്കുകയായിരിക്കും. എന്നാൽ നീ ഇരുന്നാൽ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് രണ്ട് ഉദാഹരണമാണ്. ഒന്ന് മോശ ഫറവോനോട് പറഞ്ഞു, മരുഭൂമിയിൽ ഞങ്ങളുടെ ദൈവത്തെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കാം. ഉടനെ ഫറവോൻ ചോദിച്ചു, ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവനാ. ഇപ്പോഴത്തെ വിശ്വാസിയാണെന്ന പിന്നെ ദൈവത്തെ കാണിച്ചിട്ടേ ഉള്ളൂ, നിന്നെ കൊന്ന് ഞാനും ചാവൂന്ന് പറഞ്ഞ് ഇറങ്ങിയാണ്. മോശ പറഞ്ഞു, ഇതിന് മറുപടി കൊടുക്കേണ്ടത് ഞാനല്ല, സ്വർഗത്തിലെ ദൈവമാണ്. പിറ്റേ ദിവസം മുതൽ ഫറവോൻ കുടിക്കുന്നത് ബ്ലഡ് വാട്ടർ ആണ്. ബ്ലഡ് വാട്ടർ. ഈ മോശയ്ക്ക് വന്ന മാറ്റം എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. 10-20 പേര് ഒന്നിച്ചു വന്ന് അടിച്ച് നിലംപരിചാക്കാൻ ശക്തിയുള്ള മിസ്രൈമിലെ സകല ജ്ഞാനവും അഭ്യസിച്ച മോശ പ്രതിസന്ധിയുടെ വേളയിൽ ജനക്കൂട്ടം ഒന്നിച്ചു വന്നപ്പം നെടുമ്പാട് വീണ് കരഞ്ഞു. കരഞ്ഞു കരഞ്ഞു. സ്തോത്രം. ജനം ഒന്നിച്ചവനെ കല്ലെറിയാൻ വന്നപ്പോൾ അവർ കരഞ്ഞു. അവൻ കരഞ്ഞു. പക്ഷെ അവിടെ ഒരു പദമുണ്ട്, അപ്പോൾ തേജസ് ഇറങ്ങി. നീ കരഞ്ഞാൽ നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സ്വർഗമുണ്ട് കുഞ്ഞെ. കണ്ടത്തടിക്കും മുണ്ടത്തടിയും കൊണ്ട് നിൽക്കുന്നവനെ അല്ല ദൈവത്തിന് ആവശ്യം. സ്തോത്രം പറയാതിരിക്കും, എനിക്ക് പ്രശ്നമല്ല. എന്നെ ഞോണ്ടിയ ഞാൻ നിന്നെ മാന്തോ എന്ന് പറയുന്നവനെ അല്ല ദൈവസഭയ്ക്ക് ആവശ്യം. പ്രതിസന്ധിയുടെ മുമ്പിൽ നെടുമ്പാട് വീണ് കരയുന്നവനെയാണ് ദൈവത്തിന്റെ സഭ. രണ്ടാമത് നമ്മുടെ കർത്താവാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ പിലാത്തോസ്, നീ എന്നാ മിണ്ടാതിരിക്കുന്നേ? നിന്നെ കൊല്ലാനും വിട്ടയക്കാനും എനിക്ക് അധികാരമില്ലേ? അഹങ്കാര വാക്ക് കേട്ടപ്പോൾ കർത്താവ് വാ തുറന്നു. കർത്താവ് പറഞ്ഞു, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എന്റെ മേൽ ഒരധികാരവുമില്ല. പറയാൻ തന്റെ ഇടമുണ്ട്, കൈ ഉയർത്തിപ്പിടി. വാ തുറന്ന് ദുഷ്ട പിശാചികൾക്ക് വിളിച്ചു പറ, ദുഷ്ട പിശാചെ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എന്റെ മേൽ, എന്റെ കുടുംബത്തിന്മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരധികാരവുമില്ല. അല്പസമയം വായം തുറന്ന് കൈ അടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. വിശ്വാസം കൊണ്ട് പറ. പിശാചിന്റെ ചരക്ക് നിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ പറ. ഓ ഹുഡമ ഷഖോറി ഹംതുനിയ ഹുഡമ റഖോനി ഹംതുറിയാന. മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്ക് എന്റെ മേൽ ഒരധികാരമില്ല. എന്റെ കുടുംബത്തിന്മേൽ ഒരധികാരമില്ല. എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരധികാരമില്ല. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ച സഭ ദൈവത്തെ സ്തുതിച്ച ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ. തന്റെ ഇടം വേണം. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ. കർത്താവ് എപ്പോഴാ വാ തുറന്ന്? രണ്ട് ചോദ്യത്തിന്. അതൊന്നിതാ. അതുകൊണ്ട് ദൈവപൈതലെ, നിന്നിൽ നിറവേറുന്ന ദൈവഹിതമാണ്. വേഗത്തിൽ പോട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്ന സഭയിൽ ചിലരെ പീഡിപ്പിക്കാൻ കൈ നീട്ടി. അത് ദൈവം അനുവദിച്ചു. എന്തുകൊണ്ട് അനുവദിച്ചു? ലോകമെങ്ങും സുവിശേഷം അറിയിക്കേണ്ട സഭ ഒരിടത്ത് കൊട്ടിപ്പാടി ഒത്തിരി ആത്മസന്തോഷമൊക്കെ അനുഭവിച്ചിരുന്നപ്പോൾ അവരെ ചിതറിക്കാൻ ദൈവം ചെയ്ത പദ്ധതിയായിരുന്നു അത്. ദൈവം അനുവദിച്ചായിരുന്നു. ദൈവം ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യും. ജീവിതത്തിന്റെ പ്രതിസന്ധി ദൈവഹിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനാണ്.
ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ പോയപ്പോൾ 4-ാം തലമുറയ്ക്ക് ഒരു പുറപ്പാടുണ്ട് എന്ന് തമ്പുരാനോട് പറഞ്ഞു. പക്ഷെ 4-ാം തലമുറയായപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത അവസ്ഥയായി. അവർ പരദേശികളെന്ന് മറന്ന് കൂടാരക്കുട്ടി ആഞ്ഞടിച്ച് അവിടെ പാർക്കാൻ തുടങ്ങി. അപ്പം തമ്പുരാൻ എന്തെന്നറിയാമോ? ഫറവോനെ അറിയാത്ത യോസഫിനെ അറിയാത്ത ഒരു ഫറവോനെ എഴുന്നേൽപ്പിച്ചു. അടി തുടങ്ങിയപ്പം പാടാൻ തുടങ്ങി, എന്റെ ദേശം ഇവിടെ അല്ല. സ്തോത്രം. അപ്പൊ ചില കുലുക്കങ്ങളൊക്കെ തമ്പുരാൻ അനുവദിച്ചാതെ ഈ മോളോട്ട് നോക്കാനാ, ഇവിടുത്തുകാരനല്ലെന്ന് അറിയാനാ, ദൈവഹിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനാ. ഇന്ന് രാത്രി ഒരു മർമ്മോടെ പറയാം. രണ്ടാമത്തെ ദൂത് എന്തെന്നറിയാമോ? പിശാച് സഭയിൽ ചിലരെ പീഡിപ്പിച്ചത് സഭയെ തകർക്കാനാ, ഇല്ലാതാക്കാനാ. പക്ഷെ സഭ തകർന്നില്ല, സഭ ഇല്ലാതായില്ല. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. സഭ വളർന്നു എന്ന് പറഞ്ഞാൽ നിനക്കും നിന്റെ തലമുറയ്ക്കും പിശാച് എതിരായി ചെയ്യുന്നത് പോലും നന്മയാക്കി മടക്കി വരുത്തുന്ന ഒരു കർത്താവുണ്ട്. എത്ര പേർക്ക് ശക്തിയോട് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? നമുക്കെതിരായി ചെയ്യുന്നത് പോലും അവൻ നന്മയാക്കി മാറ്റും. പഴയ നിമിത്തം നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോയി. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞിട്ടാണ് യുദ്ധത്തിന് പോയത്. പക്ഷേ പെട്ടകം പിടിക്കപ്പെട്ടത് മാത്രമല്ല, അതവരുടെ ദേശത്തെ കൊണ്ടുപോയി പലയിടത്ത് കൊണ്ടുവച്ചു. ഞാൻ ചോദിച്ചു, കർത്താവേ, എന്താ ഈ പെട്ടകം എന്നാ ചെയ്തു? ഉടനെ പരിശുദ്ധാത്മാ പറഞ്ഞു, ദൂത് കേൾക്കണോ? ഈ പെട്ടകം പോയിടത്തെല്ലാം സംഹാരം വിതച്ചു, നാശം വിതച്ചു. അവിടെ വെക്കാൻ വയ്യാതെ അവർ തന്നെ കൊണ്ടുവന്നു. ദൈവം തമ്പുരാനോട് പറഞ്ഞു, ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്താൽ ബോർഡർ യുദ്ധമേ നടക്കത്തുള്ളൂ. സ്തോത്രം. എന്നാൽ യഹോവയുടെ പെട്ടകം അകത്ത് പോയി സംഹാരം വിതച്ചു മടക്കി വന്നു. ഇന്ന് രാത്രി കരയുന്ന നിന്നോട്, പ്രാർത്ഥിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവിൽ പറയാം, നിനക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടങ്ങളിൽ ദൈവത്തിന്റെ കരം കടന്നു എന്ന് ചില ചെയ്തിട്ട് മടങ്ങി വരൂ. ഹല്ലേലൂയ. യുവകരൻ കടന്നു എന്നേലും ചെയ്തിട്ട് മടങ്ങി വരും. യോസഫിനെ സഹോദരന്മാർ പൊട്ടക്കടലിട്ടത് സിംഹാസനത്തിലെത്തിക്കാനല്ല, അവിടെ കിടന്ന് ചാകാനാ. സിംഹാസനത്തിക്കാനല്ല. പക്ഷേ ആ സിംഹാസനത്തിൽ നിന്ന്, ആ കൊട്ടക്കിണറ്റിൽ നിന്ന് അവൻ സിംഹാസനത്തിലേക്ക് ഉയർന്നു. രാത്രി പരിശുദ്ധാത്മാവിൽ ഒന്നുകൂടെ ഞാൻ പറയാം, നിനക്കെതിരായി, നിന്റെ ദർശനത്തിനെതിരായി ദുഷ്ട പിശാചൊരുക്കുന്ന പൊട്ടക്കിണർ, പ്രൈസ് ദി ലോർഡ്, നിനക്ക് സിംഹാസനത്തിലേക്കുള്ള ഒന്നാമത്തെ വാതിലാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയോ? എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവത്തെ സ്തുതിക്കാൻ? പ്രൈസ് ദി ലോർഡ്. അവിടെ ആദ്യം രൂപൻ പറഞ്ഞു പൊട്ടക്കിണറ്റിലിടാം. പക്ഷേ വിദ്യാന കച്ചവടക്കാർ വന്നപ്പോൾ രൂപേനെ കാണുന്നില്ല. യഹൂദ പറഞ്ഞു ഇവനെ വിൽക്കാം. അത്രയും നേരത്തേക്ക് രൂപേനോടെ പോയി. ദൈവം രൂപേനെ മാറ്റി. എന്താ മാറ്റാൻ കാരണം? ഈ രൂപേൻ സഹായിച്ചിരുന്നെങ്കിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയേനെ. ദൈവം യോസഫിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് തിരിച്ച് വീട്ടിൽ കൊണ്ട് ചേർക്കാനല്ല, സിംഹാസനത്തിക്കാനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നെ സഹായിക്കാവുന്ന വാക്കു പറഞ്ഞവർ, നിന്റെ തലമുറയെ സഹായിക്കാവുന്ന വാക്കു പറഞ്ഞ ചിലർ കൈയൊഴിഞ്ഞെങ്കിൽ ഭാരപ്പെടരുത്. ഇവരാരുമല്ല നിന്നെ ഉയർത്തിയത്, സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തിയെന്ന് വരണം. എനിക്ക് സന്തോഷം തരുന്നത് ഈ യോസഫിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഇടപെടലാ. ആദ്യം രൂബേനിലൂടെ, പിന്നെ യഹൂദയിലൂടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങനെ ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോൾ അവനെ അടക്കാൻ ആരുമില്ല. സ്തോത്രം. കുറെ നേരത്തേക്ക് ആരുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അരിമത്യക്കാരൻ ജോസഫ് വന്നു ധൈര്യപ്പെട്ട്. സത്യത്തിൽ യേശുവിനെ അടക്കേണ്ടിരുന്ന പത്രോസൊക്കെ ഓടിപ്പോയി. അപ്പൊ ഞാൻ ഒരു TV പ്രോഗ്രാം വേണ്ടി പറഞ്ഞപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കുറച്ചു നേരത്തേക്ക് നിനക്കാരുമില്ലെന്ന് തോന്നും, പക്ഷെ നിനക്കാരുമില്ലാതെ വരില്ല. ദൈവം നിനക്ക് വേണ്ടി ആരെയെങ്കിലും ഒരുക്കും.
വിശ്വാസം ഉണ്ടോ ഇന്ന് രാത്രി? കൈ ഉയർത്തിപ്പിടിച്ച് പറ, എനിക്ക് ആരുമില്ലാതെ വരില്ല. ദൈവം ആരെങ്കിലും ഒരുപ്പ് വന്നേ. സ്തോത്രം. ഈ പത്രോസ് യേശുവിനെ കൊണ്ടുപോയി എവിടെ ഇറക്കിയേനെ? കടൽ തീരത്ത് ഇറക്കിയേനെ. പത്രോസ് കൈ ഒഴിഞ്ഞത് കൊണ്ട് ദൈവം ആമ്പിള്ളാരെ ഏൽപ്പിച്ചു. ചിലരൊക്കെ നിന്നെ കൈ ഒഴിയുന്നത് നല്ലതിനാ. ദൈവം ഇതിലേ നിന്നെ കൈ ഏൽക്കേണ്ടവൻ കാര്യം കൈ ഏൽക്കും. ദിവസം മുഴുവൻ നോക്കൂ. പൗലോസ് അപ്പോസ്തലനെ ജയിലിലിട്ടത് സുവിശേഷത്തിന്റെ വ്യാപ്തി തടയാനാ. പക്ഷെ കാരാഗ്രഹത്തിൽ കിടന്ന് അദ്ദേഹം ലേഖനം എഴുതി. 4 ലേഖനങ്ങൾ കാരാഗ്രഹം. ഈ വയോവൃത്തൻ കുത്തിക്കുറിക്കുന്ന എന്താണെന്ന് റോമാക്കാർക്ക് മനസ്സിലായില്ല, സഹതടവുകാർക്ക് മനസ്സിലായില്ല. പക്ഷേ സ്വർഗീയ മർമ്മങ്ങൾ എഴുതുകയായിരുന്നു. അവനെ ജയിലിലിട്ടവന്റെ മുമ്പിൽ കിടന്നവൻ എഴുതി. രാത്രി ഒന്നുകൂടെ ഞാൻ പറയാം, പിശാച് കാണാത്തൊരു മറവിടം നിനക്ക് വേണ്ടി ഒരുക്കാൻ എന്റെ ദൈവശക്തനത്രേ. നമ്മുടെ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ വേഗത്തിൽ നിർത്തട്ടെ. അവിടുത്തെ അടുത്ത പദം ഫിലിപ്പോസ് എന്ന പദമാണ്. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ പോയി യേശുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ആരാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിലും അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം എന്നുള്ള വാക്യങ്ങളുണ്ട്. മേശമേൽ ശുശ്രൂഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ 2 പേർ ഫിലിപ്പോസും സ്തെഫാനോസും. ആ മേശമേൽ ശുശ്രൂഷിക്കുന്നവരുടെ ക്വാളിഫിക്കേഷൻ എഴുതിയിരിക്കുന്നു. ആത്മാവും ജ്ഞാനവും വിശ്വാസവും നല്ല സാക്ഷ്യവും നിറഞ്ഞവർ. വരവ് ചെലവ് കാര്യം നടത്താൻ, ഭക്ഷണം വിളമ്പി കൊടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. അവിടെ അപ്പോസ്തലന്മാരൊരു പദം പറഞ്ഞു, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും, നിങ്ങൾ ഈ കാര്യമൊക്കെ നോക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ വരവ് ചെലവ് കാര്യമൊക്കെ നോക്കി ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുക, ഞങ്ങൾ വചന ശുശ്രൂഷ ചെയ്തോളാം, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട 2 പേർ, 7 പേരിൽ 2 പേർ പേര് പറയപ്പെട്ട അപ്പോസ്തലന്മാർ ചെയ്തതിനേക്കാൾ വലിയ ശുശ്രൂഷ ചെയ്തു. ഞാൻ പലപ്പോഴും പറയുന്ന വാചകം ഒന്നുകൂടെ ആവർത്തിക്കുന്നതേ ഉള്ളൂ. ദൈവവൈതലേ, ദൈവദാസ, ലോകത്തിൽ ആരെല്ലാം നിന്നെ ഒതുക്കാൻ നോക്കിയാലും നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നീ ഒതുങ്ങിപ്പോകയില്ല. പ്രത്യാശ ഉണ്ടോ? കൈ ഉയർത്തി സ്തോത്രം പറയാ. നിന്റെ മേൽ ദൈവശക്തി ഉണ്ട്, നീ ഒതുങ്ങത്തില്ല. ദാവീദിനെ കാട്ടി വിട്ടത് അവിടെ ഒതുക്കാനാ. പക്ഷെ ദാവീദ് ഒതുങ്ങിയില്ല. ദാവീദ് അവിടെ പോയി പാടാൻ തുടങ്ങി. പാടി 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 136 സംഗീതത്തിലെത്തിയപ്പോൾ പാടി, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദൈവം നീക്കമുള്ളത്. കാട്ടിൽ പോകേണ്ടി വന്നാലും എന്റെ ദൈവം നല്ലവനെന്ന് പാടാൻ കൃപ കിട്ടിയവനത്രേ ഒരഭിഷക്തൻ. ഈ ദാവീദ് പാട്ടിപ്പോയത് എത്ര നന്നായി. അല്ലെങ്കിൽ ദൈവദാസന്മാരായ നമ്മുടെ കാര്യം കഷ്ടമല്ലായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ട്രഷറി ഓഫ് ഡേവിഡ് ദാവീദിന്റെ കലവറയിൽ നിന്ന് എടുത്തു വിളമ്പുമല്ലേ. സ്തോത്രം. അന്നൊരു ദാവീദ് കാട്ടിൽ പോയത് നിനക്ക് നന്നായി. ഈ കാട്ടിൽ പോകുന്നവന് പാട്ടുണ്ട്. കാട്ടിൽ പോകുന്നവനെ പാട്ടുള്ളൂ. കാട്ടിൽ പോയിട്ട് വന്നവന്റെ പാട്ട് കേട്ടാൽ തിരിച്ചറിയാം. ദാവീദ് പറഞ്ഞെനിക്ക് അവൻ യുദ്ധത്തിനായി എന്റെ കൈകളെയും പോരിനായി എന്റെ വില്ലുകളെ അഭ്യസിപ്പിക്കുന്നു. ദൈവദാസ, ദൈവവൈതലേ, ഈ ജീവിതയാത്ര ഉണ്ടാകുന്ന ഏകാന്തതകൾ, ഒറ്റപ്പെടുത്തലുകൾ നിന്നെ തകർത്ത് കളയാനുള്ളവയല്ല, പുതിയ ദർശനം നൽകി നിന്നെ വഴി നടത്താനുള്ളവയാണ്. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ദൈവത്തെ ചോദ്യം ചെയ്യാതെ മുട്ടിമേ നിൽക്കുക, പ്രാർത്ഥിക്കാൻ തുടങ്ങുക, കരയാൻ തുടങ്ങുക. മേലാൽ സംഭവിക്കാനുള്ളത് ദൈവം നിന്നെ അറിയിക്കും. എത്രയൊക്കെ കൈ ഉയർത്തിയ ശക്തിയോട് സ്തോത്രം പറയാൻ കഴിയും. എത്രയോ ഗാനങ്ങൾ നമ്മൾ പാടുന്നു. ഓരോ ഗാനങ്ങൾ വരുമ്പോൾ അതിന്റെ ഓളത്തിൽ നമ്മൾ പാടും. ആ കാലം കഴിയുമ്പോൾ പാട്ട് തീരും. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഭിഷക്തന്മാർ കോറിയിട്ടിട്ട് പോയ പാട്ടുകളുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണും കാതും നിറയും. കാരണം എന്താണെന്നറിയാമോ? അവർ വേദനയിൽ ഇറങ്ങിയപ്പോൾ, തീക്കകത്തിറങ്ങിയപ്പോൾ കൂടെ നമ്മുടെ കർത്താവ് ഇറങ്ങി. ദൈവം അവരെ ആശ്വസിപ്പിച്ച ഗാനങ്ങളായി പുറത്തു വന്നപ്പോൾ 1.5 മണിക്കൂറത്തെ ഒരു പ്രസംഗത്തെക്കാൾ
ചില പാട്ടിന്റെ രണ്ടടികൾ നിന്റെ കണ്ണ് നനയിക്കും. സ്തോത്രം. ഒരു പാട്ടുകാരൻ പാടി എഴുതിയിട്ട് പോലെ, നിന്നെ തകർക്കാനല്ലേ വേദന, നിന്നെ മുടിക്കാനല്ലേ ശോധന, നിന്നെ പൊന്നാക്കി പുറത്തു കൊണ്ടുവരും. എത്ര പേർക്ക് സന്തോഷത്തോടെ ശക്തിയോടെ സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ. എന്താ ശമരിയ പട്ടണ പ്രത്യേകത? ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഫിലിപ്പോസ് അവിടെ ചെല്ലും മുമ്പ്, പരിശുദ്ധാത്മ ശക്തി മാളിയമുറി ഇറങ്ങും മുമ്പ്, ആരെ വായിക്കുന്നു? വായിച്ച് സഹായിച്ചാട്ട് 9:51. രണ്ട് ഉന്നതന്മാർ അവിടെ ചെന്നതാണ്. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യയുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ആകാശത്തിൽ നിന്ന് തീയിറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. ഫിലിപ്പോസ് എന്ന അഭിഷക്തൻ അവിടെ ചെല്ലും മുമ്പ്, സാധാരണക്കാരൻ അവിടെ ചെല്ലുന്ന മുമ്പ്, രണ്ട് പേരെഴുതപ്പെട്ടവരുടെ ചെന്നതാ. അവരുടെ പേരെന്താണ് വായിച്ചത്? യാക്കോബും യോഹന്നാനും. ഒന്നും നടന്നില്ല. ഉടനെ അവര് പറഞ്ഞു, കർത്താവെ, ആകാശത്തും തീയിറക്കി ഇവരെ ദഹിപ്പിക്കാൻ പറഞ്ഞ് നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. കർത്താവ് തിരിഞ്ഞൊരൊറ്റ ശാസനം കൊടുത്തു. കർത്താവ് തിരിഞ്ഞവരെ ശാസിച്ചു. അപ്പൊ കർത്താവിന്റെ കൂടെ നടന്നവൻ എന്നാ കയറി? ഹലോ, കൂടെ നടന്നവൻ എന്നാ കയറി? പിശാച് കയറി. ഈ കർത്താവിന്റെ കൂടെ നടന്നവന് സാത്താൻ കയറിയെങ്കിലേ വല്ലപ്പോഴും സഭായത്തിന് വരുന്ന കയറാതിരിക്കും. കർത്താവ് തിരിഞ്ഞ് ശാസിച്ചു. പത്രോസ് ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, നീ ദൈവമുള്ള ദൈവത്തിന്റെ പുത്രൻ. ഉടനെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്തു. ബെറയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവത്തിനെ പരിചയപ്പെടുത്തി നിനക്കിത് വെളിപ്പെടുത്തി. അത്രേ കേട്ടതുള്ളൂ. പത്രോസ് 90 ഡിഗ്രി പൊങ്ങി. കർത്താവ് ക്രൂശുമരണം പറയുകയും കൈക്ക് പിടിച്ച് മാറ്റിക്കൊണ്ടുവരുത്തി പറഞ്ഞു, കർത്താവെ, നിനക്കങ്ങനെ ഭാവിക്കരുത്. അപ്പൊ കർത്താവ് എന്നാ പറഞ്ഞു? എന്റെ പത്രോച്ച, നിനക്കെങ്കിലും അങ്ങനെ തോന്നിയല്ലോ എന്നാണോ? കർത്താവിനകത്ത് പിശാചേ. അപ്പൊ കർത്താവിന്റെ കൂടെ നടന്ന പിശാചിന് പത്രോസിന് സാത്താൻ കയറിയത്. അപ്പൊ ഈ അവസരം കൊടുത്ത ആരിലും സാത്താൻ കയറും. അതുകൊണ്ട് വേദവസം പറഞ്ഞത് പിശാചിന് അവസരം കൊടുക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. സ്തോത്രം. 2 വൻപന്മാർ പോയിട്ട് ഒന്നും നടക്കാത്തിടത്ത് അഭിഷേകമുള്ളവനെ ദൈവം അയച്ച് ചിലത് ചെയ്തെടുത്തു. ഈ സ്റ്റേറ്റ് കൺവെൻഷന് വന്ന അഭിഷക്തന്മാരോട്, ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, നിന്നേക്കാൾ പേരും പെരുമയും ഉള്ളവൻ പോയി ഒന്നും നടക്കാത്തിടത്ത് ദൈവകൃപയുള്ള നിന്നെ അയച്ച്, അഭിഷേകമുള്ള നിന്നെ അയച്ച് ദൈവം ചില കാര്യങ്ങൾ ചെയ്തെടുക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാടുന്ന രാത്രി ദൈവം യോഗം അയച്ചാൽ നിന്നെ ദൈവം അയക്കും. നിന്നെ അയക്കുന്നിടങ്ങളിൽ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടും. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നത്, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് യേശുവിനെ പ്രസംഗിച്ചു. വലിയ ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടാൻ തുടങ്ങി. അനേക ഭൂതാത്മാക്കൾ വിട്ടുമാറുവാൻ തുടങ്ങി. കൂട്ടത്തോടെ അനേകർ യേശുവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചു. അനേകർ സ്നാനപ്പെട്ടു. അടുത്ത പാരാഗ്രാഫിൽ എഴുതിയിരിക്കുന്നത്, ആഭിചാരം കൊണ്ട് ജനത്തെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്ന ശിമോൻ താനും ഈ അത്ഭുതങ്ങൾ കണ്ട് ഭ്രമിച്ചു. അവിടെ 2 തവണ എഴുതിയിരിക്കുന്നു, ഭ്രമിപ്പിച്ചു എന്ന് 2 തവണ. അവിടെ 1 തവണ എഴുതിയിട്ടുണ്ട് ഭ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതുവരെ ജനത്തെ ഭ്രമിപ്പിച്ചവൻ, ദൈവകൃപയുള്ളവൻ ചെന്നപ്പോൾ അവൻ ഭ്രമിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദലേ, നീ മന്ത്രവാദിയെ കണ്ടല്ല വിറയ്ക്കേണ്ടത്, മന്ത്രവാദി നിന്നെ കണ്ടു വിറയ്ക്കണം. നീ ആഭിചാരകനെ കണ്ടല്ല ആഭിചാരകൻ നിന്നെ കണ്ടു വിറയ്ക്കണം. നീ ശുദ്രക്കാരനെ കണ്ടല്ല ശുദ്രക്കാരൻ നിന്നെ കണ്ടു വിറയ്ക്കണം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഞാൻ ഈ വടക്കേണ്ടിയിലൊക്കെ പ്രസംഗിക്കും പറയും, ദൈവത്തിന്റെ അഭിഷക്തന്മാരെ, നിങ്ങൾ ഈ റോഡിലൂടെ പോകുമ്പോൾ അവിടൊക്കെ ഇരിക്കുന്ന ചില ശക്തികൾ നിങ്ങളെ കാണുമ്പോൾ വിറയ്ക്കുക. കാരണം നിന്റെ അകത്തു വ്യാപരിക്കുന്ന ദൈവശക്തി ഈ അന്ധകാര ശക്തികളെ കവിയുന്ന ശക്തിയാണ്. അതുവരെ വിറച്ചവന് അവിടെ വിറയിൽ പിടിച്ചു. ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ഇവിടെയുള്ള ദൈവമക്കളോട് ഇന്ന് രാത്രിയിൽ ഒരു കാര്യം പറയാം. വേദപുസ്തകത്തിൽ വാക്യമുണ്ട്, നമ്മോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവരെക്കാൾ വലിയവനാകുന്നു.
നമ്മോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരെക്കാൾ വലിയവനാകുന്നു. നമ്മോടുകൂടെ ഉള്ളവൻ ഏകവചനം, അവരോടുകൂടെ ഉള്ളവർ ബഹുവചനം. അവരോടുകൂടെ ഒത്തിരി ആളുകളുണ്ട്, പക്ഷെ നമ്മോടുകൂടെ ഒരുവനേ ഉള്ളൂ. ആ ഒരുവൻ അവരെക്കാൾ വലിയവനാകുന്നു. കൈ ഉയർത്തിപ്പിടിച്ച് വാ തുറന്ന് പറ, എന്നോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരെക്കാൾ വലിയവനാകുന്നു. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയും? വിശ്വാസമുണ്ടെ പറ, എന്നോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരെക്കാൾ വലിയവനാകുന്നു. കരമടിച്ച അന്യഭാഷയിൽ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, നമ്മോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. ശക്തിയോടെ അന്യഭാഷയിൽ അല്പസമയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് യേശുവിന്റെ നാമത്തിൽ പറ, വിശ്വാസത്തോടെ പറ, നിന്നോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. നമ്മോടുകൂടെ MP കാണില്ല, MLA കാണില്ല, വലിയ സൈന്യങ്ങളിലായിരിക്കാം, എന്നാൽ നിന്നോടുകൂടെ ഉള്ളവൻ അവനോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. കർത്താവ് എനിക്ക് നൽകിയൊരു ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ കൂടെ കൂടെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഏത് യോഗങ്ങളിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ സന്ദേശമാണ്. എന്തെന്നറിയാമോ? നിങ്ങൾ സാധാരണക്കാരായിരിക്കാം, പക്ഷെ നിങ്ങളുടെ മേൽ അഭിഷേകം വ്യാപരിച്ചാൽ നിങ്ങൾ ആ സാധാരണ വ്യക്തിയായി മാറും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു സാധാരണക്കാരനായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവികാഭിഷേകം വ്യാപരിച്ചാൽ അവർ ആ സാധാരണ വ്യക്തികളായി മാറും. ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന എത്ര പേർ ദൈവത്തോട് കരയുന്നുണ്ട്? എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവേ, എന്റെ സന്താനങ്ങളിൽ ഒരുവളെ അങ്ങയുടെ വേലയ്ക്കായി വിളിക്കണം, അങ്ങ് അവരെ ഉപയോഗിക്കണം, അവരെ ദൈവം ഉപയോഗിക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ കണ്ണടയും മുമ്പ് എന്റെ സന്താനങ്ങളിൽ ഒരുവനെ ദൈവം ഉപയോഗിക്കുന്ന കാണണമെന്ന് ആഗ്രഹമുള്ളവർ കൈയൊന്നുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. മക്കളെ വളർത്തി പിശാചിന് കൊടുക്കുന്നതിനേക്കാൾ എത്ര നല്ലതാ മക്കളെ വളർത്തി ദൈവത്തിന് കൊടുക്കുന്നത്. നിങ്ങളോടൊരു അപേക്ഷയുണ്ട് എനിക്ക്. നിങ്ങളെല്ലാവരും ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. നേരുവൊന്നും വേണ്ട. നിങ്ങൾക്ക് 2 മക്കളെ ദൈവം തന്നെങ്കിൽ, 3 പേരെ ദൈവം തന്നെങ്കിൽ, 4 പേരെ തന്നല്ല, ഒരാളെ തന്നുള്ളെങ്കിൽ കർത്താവിനോട്, കർത്താവേ, നീ എനിക്ക് നൽകിയ എന്റെ ഉദരബലത്തിൽ ഒരാളെയെങ്കിലും അവിടുത്തെ മഹത്വമുള്ള വേലയ്ക്കായി വിളിക്കണം. അവൻ യേശുവിനെ പ്രസംഗിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടാത്മ വ്യാപാരം വിട്ടുമാറുന്നത്, അവൻ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണം. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങ്. നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ, നിങ്ങളുടെ കണ്ണടയും മുമ്പ് ദൈവപ്രവർത്തി നിങ്ങൾ കാണും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സാധാരണ ഒരു സുവിശേഷകന് വേണ്ടിയല്ല, ഈ കേരളം അറിയപ്പെടുന്ന, പരിശുദ്ധാത്മാവിനോട് പറയാ, കേരളം അറിയപ്പെടുന്ന, ഇന്ത്യ അറിയപ്പെടുന്ന, ലോകം അറിയപ്പെടുന്ന, സിംഹതുല്യം ഗർജിക്കുന്ന, ആത്മാവിൽ പുറപ്പെടുന്ന ഒരഭിഷക്തനെ നിങ്ങളുടെ ഉദരബലത്തിൽ നിന്ന് വേർതിരിയാൻ ദൈവത്തോട് പ്രാർത്ഥിക്ക. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയും? എല്ലാവരും അല്പസമയം ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇന്ന് രാത്രി ദൈവശക്തിയോടെ വ്യാപരിക്കട്ടെ. നിങ്ങളുടെ സഭയിൽ നിന്ന് കേരളം അറിയപ്പെടുന്ന ഒരു സുവിശേഷകൻ, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സുവിശേഷകൻ, ലോകം അറിയപ്പെടുന്ന ഒരു സുവിശേഷകൻ നിന്റെ സഭയിൽ എഴുന്നേക്കട്ടെ. നിന്റെ സന്താനങ്ങൾ ഒരുവൻ എഴുന്നേറ്റ് വരട്ടെ. കരങ്ങൾ അടിച്ച അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ട് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. വിശ്വാസമുണ്ട്, ദൈവത്തെ ആരാധിക്ക്. ലോകം അറിയപ്പെടുന്ന, ഇന്ത്യ അറിയപ്പെടുന്ന, സിംഹതുല്യം ഗർജിക്കുന്ന, ആത്മാവിൽ പുറപ്പെടുന്ന ടിയലോസ്പോനെ പോലെ, വില്യം കേറിയെ പോലെ, ഹല്ലേലൂയ, ബില്ലി ഗ്രഹാമിനെ പോലെ, റെയ്നാഡ് ബോങ്കയെ പോലെ ലോകത്തെ കുലുക്കുന്ന അഭിഷക്തന്മാർ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിൽ എഴുന്നേറ്റ് വരണം. നിങ്ങളുടെ സഭയിൽ എഴുന്നേറ്റ് വരണം. നിന്റെ ഉദരഫലത്തിൽ വേർതിരിയണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. വിശ്വാസമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സംഭവിക്കും. ദാൻ മുതൽ ബർശേവ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ അറിയപ്പെട്ട ശൗമേൽ പ്രവാചകൻ ഒരു തള്ളയുടെ കണ്ണുനീരിന് മറുപടിയായിരുന്നു. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുഖത്ത് നോക്കി സർപ്പസന്തതികളെ എന്ന് സിംഹതുല്യം ഗർജിച്ച യോഹന്നാൻ സ്നാപകൻ ഒരു തള്ളയുടെ കണ്ണുനീരിന് മറുപടിയായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിന്റെ സന്താനങ്ങളെ ദൈവം ഉപയോഗിക്കും. നമുക്കിനി പ്രാർത്ഥിക്കേണ്ട അതിനാ, അല്ലാതെ ഇന്ത്യയെ നേടാൻ കഴിയില്ല, അല്ലാതെ കേരളത്തെ നേടാൻ കഴിയില്ല. ശക്തന്മാരായ അഭിഷക്തന്മാർ, ആത്മനിയോഗമുള്ളവർ, ഹല്ലേലൂയ, കേരളത്തെ, ഇന്ത്യയെ ചലിപ്പിക്കുന്നവർ നമ്മുടെ സഭകളിൽ നിന്ന് എഴുന്നേറ്റ് വരുവാൻ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ കണ്ണും അടച്ച് ഹൃദയംഗമായി
കർത്താവിന്റെ അഭിഷേകം തുറന്ന് പ്രസംഗിക്കണമല്ലോ. എനിക്ക് അനുവദിപ്പെട്ട സമയം അവസാനിച്ചതിനാൽ ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി ഹൃദയംഗമായി കർത്താവെ എന്നെ ഒന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ ദാസനായ പൗലോസ് 3 പ്രാവശ്യം എഫെസോസിലെത്താൻ ആഗ്രഹിച്ചു, പക്ഷെ സാധിച്ചില്ല. എന്നാൽ ദൈവം അവന്റെ സമയത്ത് അവിടെ നിർത്തി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ എന്നോട് പറയാ, നിന്നെ നിർത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവം നിന്നെ നിർത്തും. നിന്നെ ഉയർത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവം നിന്നെ ഉയർത്തും. നിന്നെ മാനിക്കത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവം നിന്നെ മാനിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രദേശത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അസാമാന്യമായ അന്ധകാര ശക്തി നിറഞ്ഞ സ്ഥലം. അർത്തമീസ് മഹാദേവി, ഡയാസ്മിസ് ദേവി ആ വാഴുന്ന സ്ഥലം. അവിടെ അഭിഷേകം ചെന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ വ്യാപരിച്ചത് അസാധാരണ അന്ധകാര വ്യാപാരമായിരുന്നെങ്കിൽ ഈ അഭിഷേകന്മേൽ അതിനെ കവിയുന്ന അസാധാരണമായ ആത്മശക്തി വ്യാപരിച്ചു. അഭിഷക്തന്റെ ടവലിട്ടപ്പോൾ സൗഖ്യം വ്യാപരിച്ചു, റുമാലിട്ടപ്പോൾ സൗഖ്യം വ്യാപരിച്ചു. നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ? ഒരഭിഷക്തന്റെ ടവലിൽ മേൽ ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ, റുമാലിന്മേൽ ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവത്തിന്റെ ദാസ, ദൈവവൈതലേ, നീ ദൈവത്തിന്റെ വേലയ്ക്ക് സമർപ്പിച്ചവനെങ്കിൽ ഹല്ലേലൂയ, ദൈവശക്തിയുടെ ചാലകനാകുവാൻ, ഹല്ലേലൂയ, വാഹകനാകാൻ ഈ രാത്രി നീ ഏൽപ്പിക്കപ്പെട്ടാൽ നിന്നെ ദൈവം ഉപയോഗിക്കാതിരിക്കുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിനോടൊന്ന് കണ്ണടച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചേ, കർത്താവെ എന്നെ ഒന്ന് ഉപയോഗിക്കണം, ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി എന്നെ ഉപയോഗിക്കണമേ, എന്റെ തലമുറ ഉപയോഗിക്കണമേ. കർത്താവെ എന്റെ സന്താനങ്ങളിൽ ഒരുവനെ, കർത്താവെ ഒരുവളെ ഞങ്ങളുടെ മഹത്വമുള്ള വേലയ്ക്ക് വിളിക്കണേ. എന്നോട് കർത്താവ് പറഞ്ഞ് ഞാൻ പറയാം, അതിന് പ്രാർത്ഥിക്കണം. നമുക്കിനി ശക്തന്മാർ എഴുന്നേറ്റ് വരണം. ഹല്ലേലൂയ. കർത്താവേ, നീ എന്റെ തലമുറയെ സന്ദർശിക്കണേ, അവരെ എഴുന്നേൽപ്പിക്കണേ, അവർ ഉപയോഗിക്കപ്പെടുന്ന കാണാൻ എനിക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ കൈ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ചാൽ മണ്ണെണ്ണ വാങ്ങാൻ കാശില്ലാതെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ നിന്ന് പഠിച്ചവനാണ് എബ്രഹാം ലിങ്കൻ. ആ എബ്രഹാം ലിങ്കൻ പറഞ്ഞ്, എന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആക്കിയാൽ ഞാൻ അമേരിക്കയിൽ നിന്ന് അടിമത്തം ഇല്ലാതാക്കും. മണ്ണെണ്ണ വാങ്ങാൻ കാശില്ലാത്തവന്റെ കണ്ണുനീര് കണ്ട് പ്രാർത്ഥന കേട്ട് ദൈവം ഉയർത്തിയെങ്കിൽ നിന്റെ കണ്ണുനീര് ദൈവം കാണാതിരിക്കുമോ? ഈ രാത്രി ഒന്നുകൂടെ ഞാൻ പറയാം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിശാച് പറയും സംഭവിക്കത്തില്ലെന്ന്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ഒരു സാധ്യതയും നീ കാണുന്നില്ലെങ്കിലും, എല്ലാം അസാധ്യമാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ പറ, എന്റെ ദൈവത്താൽ സാധിക്കും. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ 1000 പ്രാവശ്യം ദുഷ്ടപിശാച് അസാധ്യം, അസാധ്യം, അസാധ്യം എന്ന് എഴുതുമ്പോ യേശുവിന്റെ നാമത്തിൽ ഈ പന്തലിൽ നിന്ന് ഒരു തവണ അതിനടിയിൽ എഴുതിയിട്ട് പോ, എന്റെ ദൈവത്താൽ സാധ്യമത്രേ. പ്രാർത്ഥന ആവശ്യമുള്ള കരം ഉയർത്തിപ്പിടിക്കാം. കർത്താവിന്റെ അഭിഷക്തന്മാരെ, നമുക്കൊന്നിച്ച് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ കണ്ണടയും മുമ്പ് നമ്മളെടുത്ത പുസ്തകമായി നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ തലമുറ നിൽക്കട്ടെ. ദൈവം അവരെ ഉപയോഗിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൾ മാറിയവരെ പോലെ അവർ കർത്താവിന്റെ മഹത്വമുള്ള വില ചെയ്യട്ടെ. കർത്താവേ, ലോകമറിയപ്പെടുന്ന, ഇന്ത്യ അറിയപ്പെടുന്ന അഭിഷക്തന്മാർ ഈ പന്തലിൽ നിന്ന് വേർതിരിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ സഭാ ഹോളിൽ നിൽക്കട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിൽക്കട്ടെ, ഞങ്ങളുടെ ഉദരഫലത്തിൽ വേർതിരിക്കട്ടെ. ഈ രാത്രി ദൈവിക അഭിഷേകം ഇവിടെ വ്യാപരിക്കുന്നവർക്ക് സ്തോത്രം. അങ്ങോട്ട് കരം ഞങ്ങളെ തൊട്ടിരിക്കാനൊക്കെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ അല്പസമയം എല്ലാവരും കരമടിച്ച് ശക്തിയോട് ദൈവത്തെ സ്തുതിക്കാം. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. എല്ലാവരും നിർത്തരുത്. വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ സന്താനങ്ങൾക്കുള്ളതാണ്. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. നിങ്ങളുടെ മേലോ നിങ്ങളുടെ സന്താനത്തിന്മേലോ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കില്ല. അഭിഷേകം മുഖത്തെ തകർക്കും. ഈ രാത്രി നിങ്ങളുടെ ആരാധിക്കുമ്പോൾ അകലങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. നിങ്ങളുടെ തലമുറയായിരിക്കുന്നിടത്ത് ദൈവശക്തി വ്യാപരിക്കുന്നു. എല്ലാവരും കരമടിച്ച് അന്യഭാഷയിൽ ശക്തിയോടെ ആരാധിക്കും. Shambaba Ratuna Hamturiana, Udama Rekana Shapariana, Udama Rekoni Hamturiana Ba Saturia. Praise the Lord. പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവ